ഹലോ എവ്രി വൺ, അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോ ഒരു മണ്ഡല ഹെന്ന ഡിസൈനാണ്. മണ്ഡല എന്ന് വെച്ചാൽ വട്ടം അല്ലെങ്കിൽ സെൻറ്റർ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ സെൻറ്ററിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ടുള്ള പാറ്റേൺസ് വരുന്ന ഒരുവിധം എല്ലാ ഡിസൈനെയും മണ്ഡല എന്നാണ് പറയാറ്. അതിപ്പോൾ മൈലാഞ്ചിയുടെ കേസ് മാത്രമല്ല, ഇപ്പോൾ രംഗോളി ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിൽ കാണുന്ന ചില പാറ്റേൺസിനെ ആണെങ്കിലും മണ്ഡല എന്ന് തന്നെയാണ് പറയാറ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള എലിമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് ഒരു മണ്ഡല ഡിസൈനാണ് ഇന്ന് വരയ്ക്കുന്നത്. ഹംപ്സ് ആൻഡ് ലീവ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഒരു ഹെന്ന ആർട്ടിസ്റ്റിൻ്റെ ടേംസ് ആണ് കേട്ടോ. ഇപ്പോൾ ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്ന ആ കുനുകുന ഡിസൈനാണ് ഹംപ്സ് എന്ന് പറയുക. ഇങ്ങനെ വട്ടം വരയ്ക്കുന്ന ഭാഗത്ത് തുടക്കക്കാർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ പ്രാക്ടീസാണ് വേണ്ടത്. ഒരുപാട് പ്രാക്ടീസ് ചെയ്താൽ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടാണ് ഹെന്ന. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കോണിൻ്റെ ക്വാളിറ്റിയും മാക്സിമം ഓർഗാനിക് കോൺസ് യൂസ് ചെയ്യാൻ നോക്കുക. കോണ് നല്ലതായാൽ തന്നെ നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിച്ചത് അത് അതേപോലെ തന്നെ നമുക്ക് കയ്യിൽ പകർത്താൻ പറ്റും. ഓർഗാനിക് കോൺസിൻ്റെ ഉള്ളിൽ നിന്ന് അതിലത്തെ മൈലാഞ്ചി ഭയങ്കര സ്മൂത്തായിട്ട് ഒരു സ്ട്രിങ് പോലെ നമുക്ക് വരയ്ക്കാൻ പറ്റും. മണ്ഡല ഹെന്നയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുറത്ത് വരയ്ക്കാൻ പോകുന്ന എലിമെൻറ്റ്സ് ആ വട്ടത്തിൽ ഈക്വൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് വെച്ചിട്ട് വേണം വരയ്ക്കാൻ. അതിന് ഞാൻ യൂസ് ചെയ്യുന്നൊരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, എലിമെൻറ്റ്സിനെ ഓപ്പോസിറ്റായിട്ട് ആദ്യം പ്ലേസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ആ സ്പേസിനെ രണ്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് 6 എലിമെൻറ്റ്സ് ആണ്. അപ്പോൾ ഞാൻ ഒരു ഭാഗത്ത് 2 എലിമെൻറ്റ് ഈക്വലായിട്ട് വരച്ചു. അതേപോലെ അപ്പുറത്തെ സൈഡിൽ 2 എലിമെൻറ്റ് ഈക്വൽ സ്പേസ് വെച്ചിട്ട് വരച്ചു. ഇനിയിപ്പോൾ കുറച്ചും കൂടെ വലിയൊരു മണ്ഡലയാണെങ്കിൽ 8 എലിമെൻറ്റ്സൊക്കെ അതിൽ കൊള്ളും, എന്നാലേ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. അങ്ങനെ വരുമ്പോൾ ആദ്യം ഓപ്പോസിറ്റ് സൈഡിൽ വരയ്ക്കുക, അതേപോലെ ഇപ്പുറത്തും ഓപ്പോസിറ്റ് സൈഡ്സിൽ വരയ്ക്കുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ സ്പേസിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നീറ്റായിട്ടുള്ളൊരു ഡിസൈൻ അവസാനം കിട്ടും. ഇനി ബാക്കിയുള്ള എലിമെൻറ്റ്സ് നമുക്കതിൻ്റെ ഇടയിൽ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ലീവ്സാണ്. ഈ സ്റ്റേജിൽ വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ അവസാനിപ്പിക്കാം, പക്ഷേ കുറച്ചും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡോട്ട്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ മണ്ഡല ഡിസൈൻ ഏകദേശം കംപ്ലീറ്റ് ആയി. വിരലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ മണ്ഡലയിൽ ഏത് എലമെൻ്റാണ് യൂസ് ചെയ്തത് അത് തന്നെ നമ്മൾ വരയ്ക്കാവും നല്ലത്. അപ്പോൾ മൊത്തത്തിൽ ഡിസൈൻ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതുകൊണ്ട് നേരത്തെ വരച്ചിട്ടുള്ള ഹംസും ലീവ്സും തന്നെയാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്.
അങ്ങനെ എല്ലാ വിരലുകളിലും തൊപ്പി കൂടിയിട്ടപ്പോൾ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയി. വീഡിയോയിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇൻഷാ അല്ലാഹ് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.